വീട്ടിൽ നിന്ന് റെഡിയായി പുറപ്പെട്ട് ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പറ്റിയില്ല. ചില ലെവലുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് വാപ്പിയുടെ ഓട്ടോറിക്ഷൻ്റെ മുകളിൽ എൻ്റെ ഫോട്ടോ വെച്ചു. അപ്പം കുളിച്ച് റെഡിയായി ഒക്കെ പുറപ്പെട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ പോരണമെന്ന് വിചാരിച്ചു. എൻ്റെ മോളുടെ ഊഞ്ഞാലടെ വീട് അങ്ങനെയൊക്കെയായിരിക്കും. അപ്പോൾ അയ്യേ കയറ് നനഞ്ഞിട്ട് ഷിറ്റ് പിള്ളാഴ്ച നനഞ്ഞു പിള്ളാഴ്ച. അപ്പം എന്നിട്ട് പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബസ് ഉണ്ടായിരുന്നു. 10 മണിക്കാണ് എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഷടപടാന്ന് പറഞ്ഞ് ഓടി. പക്ഷേ അവൻ്റെ ബസ് പോയി. അവൻ്റെ ബസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ പോലും എടുക്കാതെ പോകുന്നത്. പക്ഷേ അവൻ്റെ ബസ് ഇട്ട് കിട്ടിയതുമില്ല. അതിൻ്റെ ബാക്കിൽ നന്ദന ബസ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്ദന കഴിഞ്ഞാൽ അവനുണ്ടാകുമായിരിക്കും. അപ്പം നേരെ വന്നത് ഗൈസ് നമ്മുടെ വീരമണി ബസ്. ഞാനും എൻ്റെ മോനും ഏറ്റവും കയറാൻ മടിക്കുന്നൊരു ബസ് ഏതാണെന്ന് വെച്ചാൽ അത് വീരമണിയും ഗീതയാണ് മക്കളെ. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താക്കിയെന്നറിയോ, വീട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചു. എന്നിട്ട് എഡിറ്റിംഗ് ഒക്കെ ബസ്സിൽ നിന്ന് അങ്ങ് ചെയ്തു. എന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. 1 മണിക്കൂർ ബസ് കുത്തിരിക്കണം. അങ്ങനെ വീരമണി മക്കളെ മറ്റേ ഇതില്ലേ കുതിര ഉണ്ടല്ലോ, കുതിര വേക്കിൽ നിൽക്കണം. കുലുങ്ങി കർത്താവേ ഞാൻ ഛർദ്ദിക്കുന്ന അവസ്ഥയായി. പക്ഷെ ഒരു 5 വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴേക്കും 1 മണിക്കൂറായി. ഞാൻ പൂനൂരെത്തി. പലരുടെയും വിചാരം ഈ വീഡിയോസ് എടുത്ത് അത് പോസ്റ്റ് ചെയ്യുന്നത് നിസ്സാര സംഭവമുള്ളൊരു കാര്യമാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പലരും യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, വീഡിയോസ് പോസ്റ്റ് ചെയ്യലുണ്ട്. അപ്പം ഇവരുടെയൊക്കെ വിചാരം ഈ റീലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ടൊക്കെ റീൽ എഡിറ്റ് ചെയ്ത് കഴിയുന്നു. ഇല്ല ഗായ്സ്, 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ 5 റീൽ, ചിലത് 30 സെക്കൻഡാണ്, ചിലത് 1 മിനിറ്റാണ്. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരണ്ടേ. ലിപ്സ് ഷെയ്ഡ് എങ്ങനെയുണ്ട്? ഒരു ലിപ്പ് ലൈനർ വാങ്ങണം. അതേപോലെ കൺമഷി ഇന്നേക്കൊക്കെ രസമുണ്ട് കേട്ടോ. ബ്ലൂ ആയിട്ട് തോന്നുന്നില്ല, ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്. അപ്പം നേരെ വീട്ടിലോട്ട് വന്നു. കാരണം പപ്പ ചായ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇവിടെ എത്തി നോക്കുമ്പോൾ നല്ല കപ്പയുണ്ടല്ലോ, ഒട്ടഞ്ഞ് കിടക്കുന്ന കപ്പയും ചിക്കൻ കറിയും നൈസ് പത്തിരിയുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പൊറോട്ട തിന്നിട്ട് വരിക, അതുകൊണ്ട് എനിക്ക് മണ്ട. എന്നിട്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ റെഡിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാനും. എന്തായിരുന്നു മെയിനായിട്ട് ഇത് പറയാനുള്ള കാരണം എന്നറിയോ? ഞാൻ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല, അടിപൊളി ഒരു കോസ്റ്റ്യൂം ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ഗുരുവായൂർ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചത്. എത്രയോ ആൾക്കാർ എൻക്വയറി നടത്തിയൊരു സംഭവമാണ്. അത് എവിടെ നിന്ന് മേടിച്ചു എന്നൊക്കെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയണമെന്ന് വിചാരിച്ചു. അപ്പം അതെല്ലാം ഇടാൻ ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചു, കുളിച്ചു, ചായ കുടിച്ചു, മേക്കപ്പൊക്കെ ചെയ്തു. മേക്കപ്പ് എന്ന് പറയാൻ കണ്ണെഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇങ്ങോട്ട് ഇട്ടതാ. ഈ പണ്ടുള്ളവർ പറയുന്ന കേട്ടിക്കുമോ, ഈ ഉന്നച്ചാക്ക് ഉന്നം എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ കിടക്കയും ഒക്കെ ഉണ്ടല്ലോ ഉന്നം. ഈ ഉന്നച്ചാക്ക് പോലെ ആയിപ്പോയി. അങ്ങോട്ടും ഇറങ്ങുന്നില്ല, ഇങ്ങോട്ടും കയറുന്നില്ല. എന്നാ ചെയ്യാനാ ഗായ്സ്? ദിവസം കഴിയുന്നതിനനുസരിച്ച് തടിക്കണം. പക്ഷെ എനിക്ക് തടിക്കുന്നത് ഇഷ്ടാട്ടോ. ഞാൻ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ചൊന്ന് തടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടായൊരു സംഭവം എന്ന് വെച്ചാൽ ഈ മെലിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാറില്ലേ, നീ ഒന്നും കഴിക്കാറില്ലേ, എല്ലും തോലും ആയല്ലോ, അങ്ങനെ കുറേ ഇൻസൾട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ തടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട്, ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്.
ഞാനും അവളും പ്രോട്ടീൻ പൗഡർ കുടിച്ചതിൽ കയ്യും കണക്കില്ല. അത്രമേൽ പ്രോട്ടീൻ പൗഡറൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊന്ന് തടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തടിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമല്ല, പക്ഷേ ഡ്രസ്സൊന്നും പറ്റാത്ത ഒരവസ്ഥ. ആ ഒരു ഇതെന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ പ്രസവ കേന്ദ്രയിൽ പോയപ്പം ഫംഗ്ഷൻ്റെ തലേന്നിടാൻ വേണ്ടിയിട്ട് മേടിച്ച ഡ്രസ്സാണ്. ആയിക്കോട്ടെ, അതായി തലേന്നിടാൻ വേണ്ടിയിട്ട് ഇത് വേറെ മേടിക്കണം. ഞാനാരാ പോകണം. നല്ല വാപ്പിൻ്റെ മേത്ത് പറ്റണം. അപ്പോൾ വാപ്പി നല്ല അരുണ് നല്ലൊരു പൈസ ഒക്കെ കൊടുത്തിട്ട് ഞാനത് വീഡിയോ എടുക്കാണ്ടിരുന്നതാ. അപ്പം പപ്പയുടെ അടുത്ത പൈസ ഉണ്ട്, പപ്പനെ മുക്കണം. അപ്പം എന്നിട്ട് ഞാൻ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കാരണം അത്രയും പേര് എന്നോട് എൻക്വയറി നടത്തിയിട്ടുണ്ട്. എന്തിന് എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, അവളോട് ചോദിക്കുക ആ കോസ്റ്റ്യൂം എവിടുന്നാണ് മേടിച്ചതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമേൽ ഭയങ്കര ഹൈപ്പുള്ള, പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് 2500 കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു കോസ്റ്റ്യൂമിന് ആ ഒരു പ്രൈസ് പോരാ എന്നുള്ളൊരു, ഞാൻ ഒരുപാട് ഡ്രസ്സ് മേടിച്ചാണല്ലോ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പോരാന്നാണ്. പക്ഷേ എന്താ പറയുക ഗൈസ്, അതെനിക്ക് അങ്ങോട്ടും ഇറങ്ങുന്നില്ല ഇങ്ങോട്ടും ഇറങ്ങുന്നില്ല. ഞാൻ മെലിയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തടിച്ചതിൽ എനിക്ക് വിരോധവും സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇൻസൾട്ടായത് മെലിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഓവറായിട്ട് തടി പാടില്ല. എൻ്റെ സിസ്റ്റർ ഭയങ്കര തടിയാണ്, എൻ്റെ ഉമ്മയും ഭയങ്കര തടിയായിരുന്നു, ഉമ്മയുടെ അനിയത്തിയൊക്കെ തടിയുള്ള ആൾക്കാരായിരുന്നു. ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ നിർബന്ധമാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നേരെ ഇതെടുത്തിട്ട് ഇതിന് മേച്ച വള കണ്ടോ, ഇതിൻ്റെ ഒരു സ്റ്റോണ് പോയിട്ട് അരുൺ എന്നെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നറിയോ, 5000-6000 റേഞ്ച് വരും കേട്ടോ ഒരു സ്റ്റോണിന്. പ്രത്യേകിച്ച് അത് മേടിച്ച സമയത്ത് കേട്ടോ, മേടിച്ചിട്ട് 2 വർഷത്തിന് പുറത്തായി. അന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജെസ്സിയ ഒരു സ്റ്റോൺ പോയാൽ എനിക്ക് 5000-6000 അടുത്ത് വരും കേട്ടോ എമൗണ്ട്, അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യരുതെന്ന്. അതവന് കണക്കണമെന്നില്ല ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ട്. അപ്പം സലീമ പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻ്റെ അന്നേക്ക് നീ അത് വെപ്പിക്കാൻ നോക്ക്, പൈസയൊക്കെ ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. പക്ഷെ അവിടെ ഇനിയിപ്പോൾ ടൈമില്ലല്ലോ, അവർക്ക് 2-3 ദിവസം ആയിരിക്കില്ല, 10-12 ദിവസമെങ്കിലും മിനിമം അവിടെ ഫ്രീ ആയിട്ട് അവർ നമുക്ക് ചെയ്ത് തരും കേട്ടോ. പക്ഷേങ്കിൽ എന്താണോ ഇത് അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ വഹിക്കണം. പിന്നെ സാധാരണ സ്റ്റോണൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് അവർ വെച്ചുതരും, പക്ഷേ ഡയമണ്ടൊന്നും അവർ ഫ്രീ ആയിട്ട് വെച്ചിരുന്നില്ല. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് എനിക്ക് വീഡിയോ ചെയ്തിടാൻ പറ്റാത്തത് കൊണ്ട് ഇവിടുന്ന് ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് കരുതി. പക്ഷേ വീട്ടിലെത്തിയിട്ടേ പോസ്റ്റ് ചെയ്യുള്ളൂ. ഞാനിപ്പം ബസ്സിന് വീഡിയോ എഡിറ്റ് വേണ്ടിയിട്ട് 33 രൂപ കൊടുത്തിട്ട് 2 GB കിട്ടിയതാണ്. അതിപ്പോൾ തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് വീട്ടിലെത്തിയിട്ടേ പോസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ.